നമസ്കാരം. മൈസപ്പ് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ യൂട്യൂബിലും അല്ലാതെയുമൊക്കെ ഒരുപാട് ആനിമേഷൻ വീഡിയോസ് AI യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആയിട്ട് ആനിമേഷൻ വീഡിയോസ് ഒരുപാട് ആനിമേഷൻ മൂവീസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സൈറ്റ്സും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ആനിമേറ്റഡ് മൂവി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ആനിമേഷൻ കാർട്ടൂൺ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റെപ്പ് 1 പറയുന്നത് നമുക്ക് ഏറ്റവും ഒരു ആനിമേഷൻ സ്റ്റോറി മേക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ മൂവിയുടെയൊക്കെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് പോലെ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മൂവി സ്ക്രിപ്റ്റ് റെഡിയാക്കുക എന്നുള്ളത്. അത് സീൻ ബൈ ചെയ്തിട്ട് നമുക്കതിനെ കറക്റ്റായിട്ട് ക്യാരക്ടർ വിഷ്വലൈസേഷൻ ഒക്കെ കൊടുത്ത് നമ്മളതിനെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ സീൻ ബൈ ആയിട്ട് നല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് നമുക്കൊരു മൂവി അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോറി ലൈനെ നമുക്കൊരു മൂവിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏത് ടോപ്പിക്കാണോ ഉപയോഗിക്കേണ്ടത് ആ ടോപ്പിക്ക് നമുക്ക് ChatGPTയുടെ സഹായത്തോടെ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഫസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ChatGPT ആണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ അതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ChatGPT ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ChatGPT വഴി നമ്മൾ എന്താണോ സ്റ്റോറി ലൈൻ കൊടുക്കുന്നത് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ChatGPTയുടെ സഹായത്തോടെ സീൻ 1, സീൻ 2, സീൻ 3 എന്ന് പറഞ്ഞാൽ നമുക്കത് ചാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഓരോ സീൻസിലും സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കേണ്ട ക്യാരക്ടർ അതെങ്ങനെയായിരിക്കണം, ആ ക്യാരക്ടറിൻ്റെ വസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആനിമേറ്റഡ് ആയിട്ടുള്ള മൂവീസൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഒരു കുറച്ച് ഇമാജിനറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഈ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നമ്മളത് കൊടുത്ത് ഓരോ പാരഗ്രാഫായിട്ട് നമുക്കിത് എഴുതി മാറ്റം ചെയ്തിട്ട് വേണം നമ്മളത് കൊടുക്കുക. അതിന് ഓരോ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു ബോയിയുടെയും ഒരു ഡ്രാഗണിൻ്റെയും സ്റ്റോറിയാണ് പറയുന്നതെങ്കിൽ മാക്സ് എന്ന് പറയുന്നതാണ് ബോയ്, ഡ്രാഗൺ അടുത്തതെന്ന് പറയുന്ന ഒരു ഡ്രാഗൺ. അപ്പോൾ ഈ രണ്ടു പേർക്കും ക്യാരക്ടറിൽ വിഷ്വലി ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരേ പ്രോംപ്റ്റ് തന്നെ പല സെക്ഷനിലും പല സീൻസിലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം പ്രത്യേകമായിട്ട് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുക്കണം ChatGPTയിൽ. അപ്പോൾ അങ്ങനെ കൊടുത്ത് അതിനെ ഒരു സ്ക്രിപ്റ്റ് രൂപത്തിൽ റെഡിയാക്കി വെക്കുക. അത് പിന്നീട് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് 2 പോകുന്നത്, അതാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. സ്റ്റെപ്പ് 2 പോകുമ്പോൾ നമുക്ക് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിരിക്കുന്ന ഇമേജസിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രോംപ്റ്റുകൾക്കൊക്കെ നമ്മളൊരു ലൈഫ് കൊടുക്കുകയാണ്. ആ ലൈഫ് കൊടുക്കുന്ന പാർട്ടാണ് സെക്കൻഡ് പാർട്ട്. അതിന് നമുക്കതിന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലിയനാർഡോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് ലിയനാർഡോ AI എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അത് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എന്തൊക്കെ വേണം, അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ബോയ് ആണെങ്കിൽ ആ ബോയ് എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ഇമേജസിനെയും ഈ സ്റ്റോറിക്ക് വേണ്ട ഓരോ ഇമേജസിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഈ ഓരോ സീൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ChatGPTയിൽ റൈറ്റ് ചെയ്തിരിക്കുന്ന സീൻ ബൈ സീൻസിലെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോംപ്റ്റ്സും ഉണ്ടല്ലോ, അതിനെ നമ്മൾ അതിൻ്റെ ഓരോ സീൻ ബൈ സീൻ ചെയ്തിട്ട് ഓരോ സെക്ഷനെയും നമുക്ക് ഈ ലിയനാർഡോ എന്ന് പറയുന്നിട്ടുള്ള AI ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നിട്ട് നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്താൽ ഓരോ ക്യാരക്ടറിസ്റ്റിക്കിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ പ്രോംപ്റ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ഓരോ ഇമേജസും ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ChatGPTയിൽ മുൻപ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തു വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് നമുക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വീഡിയോസ് ഉണ്ടല്ലോ, അതായത് ഓരോ ഇമേജസിനെ ഓരോ വീഡിയോസാക്കി നമ്മൾ മാറ്റും. അതായത് ഇമേജസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോസാക്കി മാറ്റുന്നത്. അപ്പോൾ ഓരോ ഇമേജസിനെയും നമ്മൾ ഓരോ വീഡിയോസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വീഡിയോസിനെ ഓൾ ടുഗദർ നമുക്കൊരു മിക്സ് ചെയ്യാനും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് CapCut ആണ്.
CapCut സോഫ്റ്റ്വെയർസ് അത്യാവശ്യം എല്ലാവർക്കും പരിചയമാണെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് PC-യിലോ ലാപ്ടോപ്പിലോ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ബെറ്ററാണ് CapCut സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ CapCut യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സീൻ ബൈ നമുക്ക് ഇമേജസ് വീഡിയോ ആക്കി വെച്ചിരിക്കുന്ന വീഡിയോസിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കതിനെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിനുള്ള വോയിസ് ഓവർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് അടുത്ത ആപ്ലിക്കേഷനാണ്, അത് ഞാനിപ്പോൾ പറഞ്ഞത്. ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 11 ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് നമുക്ക് ആപ്റ്റായിട്ടുള്ള വോയിസ് നമുക്ക് സ്യൂട്ടബിൾ ചെയ്യും. ഇപ്പോൾ ഒരു ബോയ് ആണെങ്കിൽ ബോയുടെ ആനിമേറ്റഡ് രീതിയിലുള്ള വോയിസസ്, ആനിമേറ്റഡ് രീതിയിലുള്ള സൗണ്ട്സുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് 5 ആണ്. 5-ലാണ് നമ്മൾ വോയിസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളിതിനെ കുറച്ചുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്റ്റെപ്പ് 6 ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ആവും നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ. നമുക്ക് എന്നിട്ട് CapCut യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആണ് ഇനി പോകുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായാലും നമുക്ക് നോക്കിയാലോ. Spotted a strange, glowing egg nestled in the bushes. Drawn by its mystery, he took it home. Days later, the egg cracked, revealing a tiny dragon with shimmering scales. Max named him Leo as Leo grew. So did his desire to fly. Under a blazing sunset. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. ഇങ്ങനെ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നു ഈ വീഡിയോ എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ യൂട്യൂബോ അല്ലെങ്കിൽ ടെക്നിക്കൽ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ അതിനെപ്പറ്റി ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.